വെൽക്കം ടു മിസ് ഉർദു. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ഉർദു ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം തന്നെ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ഒരുപാട് ലേറ്റായ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന്. എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ച് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇനി മുതൽ ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും വെച്ച് ഇടാൻ ശ്രമിക്കുന്നതാണ്. നമ്മൾ 5ാം തരത്തിലുള്ള പാഠഭാഗങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് 2ാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ യൂണിറ്റ് കഴിഞ്ഞു. അത് ആദ്യത്തെ പാഠമാണ് ആദാബ് അറസ് ഹേ. ഉറുദുവിൽ ബഹുമാന സൂചകമായിട്ട് നമസ്തേ, നമസ്കാരം എന്നുള്ളതിന് പറയുന്നതാണ് ആദാബെ അറസ്. ആദാബ് അറസ് ഹേ. ഇതൊരു ഗുഫ്തഗു ആണ്. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞു, ഗുഫ്തഗു എന്ന് പറഞ്ഞാൽ സംഭാഷണമാണ്. അതിൽ സംഭാഷണത്തിന് മുമ്പായി പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. फरहाद सुबह सवेरे जाग उठा, हाथ मुंह धोकर नाश्ता करने बैठा. आज इतनी जल्दी क्यों है बेटे? अम्मी, अगले जुमे को यौम आज़ादी है ना, स्कूल में कई प्रोग्राम है, उनकी तैयारी चल रही है, इसलिए स्कूल जल्दी जाना है. फरहाद ने जल्दी जल्दी नाश्ता किया और बिस्तर लेकर स्कूल जाने लगा. स्कूल जाते जाते रास्ते में उसकी मुलाकात अपने ടീച്ചർ से हुई. ഇതാണ് ഈ ഗുഫ്തഗു, അതായത് സംഭാഷണത്തിന് മുമ്പായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ. പറഞ്ഞപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഞാൻ അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാം. ഫർഹാദ് സുബഹ് സവേരെ ജാഗുഠ. സുബഹ് എന്ന് പറഞ്ഞാൽ പ്രഭാതം, സവേരെ എന്ന് പറഞ്ഞാലും രാവിലെ, പ്രഭാതം എന്ന് തന്നെയാണ് അർത്ഥം. സുബഹ് സവേരെ എന്ന് പറഞ്ഞാൽ രാവിലെ വളരെ നേരത്തെ, പ്രഭാതത്തിൽ, പ്രഭാതത്തിൻ്റെ ആദ്യ യാമങ്ങൾ എന്ന് പറയും. അതായത് വളരെ നേരത്തെ ജാഗുഡ, എഴുന്നേറ്റു. ഫർഹാദ് എന്ന കുട്ടി സുബഹ് സവേരെ ജാഗുഡ, വളരെ നേരത്തെ എഴുന്നേറ്റു. ഹാത്ത് മുഹ് ധോക്കർ, ഹാത്ത് കൈ, മുഹ് മുഖം, വായ, കയ്യും മുഖവും കഴുകി. നാഷ്ത കർണേ ബേഠ, നാഷ്ത കഴിക്കാൻ ഇരുന്നു. നാഷ്ത എന്നുള്ള വാക്ക് ഉറുദു വാക്കാണ്. നമ്മൾ മിക്ക മലയാളികളും ഉപയോഗിക്കാറുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പറയുന്നതാണ്, പ്രഭാത ഭക്ഷണത്തിന് പറയുന്ന പേരാണ് നാഷ്ത കർണേ ബേഠ. അതായത് ഫർഹാദ് സുബഹ് സവേരെ ജാഗുഡ. ഫർഹാദ് എന്ന കുട്ടി, ഫർഹാദ് വളരെ നേരത്തെ എഴുന്നേറ്റു. ഹാത്ത് മുഹ് ധോക്കർ നാഷ്ത കർണേ ബേഠ, കൈയും മുഖമൊക്കെ കഴുകി നാഷ്ത തിന്നാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നു. ആദ്യത്തിന് ജൽദി ക്യൂ ഹൈ ബേട്ടെ. അപ്പോൾ ഉത്തരത്തിൽ ഫർഹാദ് അമ്മി എന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം അമ്മി. അതിൻ്റെ ഫർഹാദിൻ്റെ അമ്മ അവനോട് ചോദിച്ചു, ആജിത്തിന് ജൽദി ക്യൂ ഹൈ ബേട്ടെ. ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്. ആജ് ഇതിന് ജൽദി, ഇന്ന് ഇത്ര തിടുക്കം എന്താണ്? ജൽദി, തിടുക്കം, വേഗത്തിൽ, എന്തിനാ ഇത്ര പെട്ടെന്ന് ഇന്ന് ചെയ്യുന്നത് മോനെ എന്ന് ചോദിച്ചു. അപ്പൊ അതിനുത്തരമായിട്ട് ഫർഹാദ് പറഞ്ഞു, അമ്മി അഗലെ ജുമേക്കോ യൗമ ആസാദി ഹെന. അമ്മി, അമ്മ അടുത്ത അകലെ ജുമ. ജുമ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച. നമ്മുടെ ആഴ്ചകളുടെ പേരുകൾ പഠിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അത് കാണാത്തവർ അതൊന്ന് കണ്ടേക്കണേ. അപ്പോൾ അകലെ ജുമ യൗമ ആസാദി. യൗമ ആസാദി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസത്തിന് യൗമ ആസാദി എന്നാണ് പറയുന്നത്, ഇൻഡിപെൻഡൻസ് ഡേക്ക്. അപ്പോൾ അകലെ ജൗമാക്കോ യൗമ ആസാദി ഹെന. അടുത്ത വെള്ളിയാഴ്ച യൗമ ആസാദി അല്ലേ, ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ. സ്കൂൾ മേ കൈ പ്രോഗ്രാം ഹേ. സ്കൂളിൽ കുറേ പ്രോഗ്രാമുകളുണ്ട്. ഉൻകി തയ്യാരി ചൽ രഹി ഹേ. അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തയ്യാരി, തയ്യാർ ഹോന, നീ തയ്യാറായിട്ടില്ലേ എന്ന് നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്ന ആ തയ്യാർ എന്ന വാക്കും ഉറുദുവിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നമുക്ക് ഉറുദുവിൽ നിന്ന് വന്ന് മലയാളത്തിൽ നമ്മൾ സുലഭമായി ഉപയോഗിക്കുന്ന 2 വാക്ക് ഈ 2 വരിയിൽ നിന്ന് നമുക്ക് കിട്ടി. നാഷ്ത, തയ്യാർ. ഇസ്ലിയെ സ്കൂൾ ജൽദി ജാന ഹേ. അതുകൊണ്ട് സ്കൂളിൽ പെട്ടെന്ന് പോകണം.
ഇസ്ലിയെ സ്കൂൾ ജൽദി ജാനാ ഹെ. അതായത് സ്വാതന്ത്ര്യദിനം വരാൻ പോകുന്നത് കൊണ്ട് സ്കൂളിൽ ഒരുപാട് പരിപാടികളുണ്ട്, ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. അതിൻ്റെ തയ്യാറാവാൻ വേണ്ടിയിട്ട്, അതിൻ്റെ മുന്നൊരുക്കമായിട്ട് സ്കൂളിൽ എനിക്ക് വേഗം ചെല്ലണം എന്ന് അമ്മയോട് ഫറാദ് പറഞ്ഞു. फराद ने जल्दी जल्दी नाश्ता किया और बिस्ता लेकर स्कूल जाने लगा. ഫറാദ് പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ബിസ്താലേക്ക്, ബിസ്ത എന്ന് പറഞ്ഞാൽ സ്കൂൾ ബാഗ് എടുത്തിട്ട് ലേക്കർ സ്കൂൾ ജാനയിലക, സ്കൂളിൽ പോകാൻ തുടങ്ങി. स्कूल जाते जाते रास्ते में उसकी मुलाकात अपने टीचर से हुई. स्कूल जाते जाते मतलब स्कूल പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാസ്ത വഴി, അപ്പോൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വഴിയിൽ വെച്ച് ഉസ്കി മുലാഖാത്ത്, അവന് ആരുമായി കണ്ടുമുട്ടുക, അപ്പിനി ടീച്ചർ സെ ഹുയി, തൻ്റെ ടീച്ചറുമായിട്ട് അവൻ കണ്ടുമുട്ടി. പിന്നെ ഈ പാഠത്തിൽ ഈ ഫറാദും ഈ ടീച്ചറും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്, ഒരു ഗുഫ്തഗുമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പാഠത്തിലേക്ക് പോയാലോ? എല്ലാവരും റെഡി അല്ലേ? അപ്പം ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് പാഠം ഒന്ന് നോക്കാം. ഈ പാഠത്തിൻ്റെ പേരായിട്ട് കൊടുക്കുന്നത് ആദാബ് അറസ് ഹേ, നമസ്കാരം എന്ന ഉറുദു വാക്കാണ്. ഇതിൽ ഫർഹാദും ടീച്ചറും തമ്മിലുള്ള ഒരു ഡയലോഗാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഫറാദ്, ആദാബ് അറസ് ഹേ टीचर, खुश रहो फराद, आपका दोस्त राजू कहाँ है? फराद, वो अभी आएंगे. टीचर, प्रोग्राम की तैयारी कैसे चल रही है? फराद, अच्छी चल रही है. टीचर, ठीक है. ഇത്രയേ ഉള്ളൂ ഈ ഡയലോഗ്, ഈ സംഭാഷണം അഥവാ ഗുഫ്തഗു ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് നോക്കിയാലോ? ആദ്യം തന്നെ ഫറാദ് തൻ്റെ ടീച്ചറെ ആദ്യം തന്നെ കണ്ടപ്പോൾ നമസ്കാരം എന്ന ഉറുദു വാക്കായ ആദാബ് അറസ് ഹേ എന്ന് പറയും. അപ്പോൾ ടീച്ചർ പറയും ഖുഷ് രഹോ ഫറാദ്, സന്തോഷമായിരിക്കും ഫറാദ്, നല്ലതാവട്ടെ എന്നൊക്കെ പറയുന്ന പോലെ ഖുഷ് രഹോ ഫറാദ്. ആപ്ക ദോസ്ത് രാജു കഹാ ഹേ? അപ്പോൾ ഫറാദിൻ്റെ ദോസ്തിൻ്റെ പേരാണ് രാജു. അപ്പോൾ സാധാരണ ടീച്ചർ രണ്ടാളും ഒരുമിച്ചായിരിക്കും കാണാറ്, അതുകൊണ്ട് ഇന്ന് ഫറാദിനെ മാത്രം കണ്ടപ്പോൾ ടീച്ചർ ചോദിച്ചു ആപ്ക ദോസ്ത്, ഫ്രണ്ട്, സുഹൃത്ത്, താങ്കളുടെ സുഹൃത്ത് രാജു കഹാ ഹെ, എവിടെയാണ്? നിന്റെ സുഹൃത്ത് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഫറാദ് പറഞ്ഞു വോ അബി ആയേഗ, വോ അവൻ, അബി ഇപ്പോൾ, ആയേഗ വരും, അവൻ ഇപ്പോൾ വരും. അപ്പോൾ ടീച്ചർ പറഞ്ഞു പ്രോഗ്രാം की तैयारी कैसे चल रही है? പ്രോഗ്രാമിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെ പോകുന്നു, പരിപാടിയുടെ തയ്യാറെടുപ്പൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ടീച്ചർ ഫറാദിനോട് ചോദിച്ചപ്പോൾ ഫറാദ് പറഞ്ഞു അച്ചി ചൽ രഹി ഹെ, നല്ല രീതിയിൽ പോകുന്നു. അച്ച നല്ലത്, നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടതാണ്. അച്ചി ചൽ രഹി ഹെ, നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ ടീച്ചർ പറയും ठीक है, ഓക്കെ, ശരി. എന്നാൽ ഇത്രയേ ഉള്ളൂ ഈ ഡയലോഗ്. ഈ ചെറിയ സംഭാഷണം, കോൺവെർസേഷൻ, ഗുഫ്തഗു, ടീച്ചറും ഫറാദും തമ്മിലുള്ള ഈ കോൺവെർസേഷൻ എന്ന പാഠം, ആദാബ് അറസ് എന്ന പാഠം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി ഒന്ന് വായിച്ചു തരാം. ഫർഹാദ്, ആദാബ് അറസ് ഹേ टीचर, खुश रहो फराद, आपका दोस्त राजू कहाँ है? फराद, वो अभी आएगा. टीचर, प्रोग्राम की तैयारी कैसे चल रही है? फराद, अच्छी चल रही है. टीचर, ठीक है. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഖുദാ ഹാഫിസ്.